ശ്രീ ജലീൽ പുനലൂർ, ആർ വി ബാബുവിൻ്റെ ആ ഒരു പോയിന്റിനോടുള്ള താങ്കളുടെ പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട്. നോക്കൂ, ഭീകരവാദം, അതുപോലെ ഭീകരവാദം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം, ഇതിനെയൊന്നും തള്ളിപ്പറയാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ച നമ്മുടെ സാംസ്കാരിക നായകരുടെ കാര്യമാണ്. പക്ഷേ ഈ ഇസ്ലാം മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അതായത് സമാധാനം ആഗ്രഹിക്കുന്നവർ, കാക്ഷിക്കുന്നവർ, അങ്ങനെ പ്രസ്താവന ഇറക്കുന്നവർ പോലും ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു വരി പോലും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വരി പ്രസ്താവന പോലും ഇറക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങളെപ്പോലുള്ളവർ എന്താണ് ചിന്തിക്കേണ്ടത്? അതിനെ അവർ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് അവർ അതിനെ സ്വീകരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ ജലീൽ പുനലൂർ. പിന്നെ നമ്മുടെ ആർ വി ബാബു സാർ തന്നെ താങ്കൾക്ക് മറുപടിയായിട്ട് കൃത്യമായി തന്നിട്ടുണ്ട്. ആങ്കർ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ വിചാരിച്ചിട്ടുള്ളത്, കേൾക്കാവോ? കേൾക്കാം. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ആങ്കർ എന്നുള്ളത് ജനം ടിവിയുടെ ആണെങ്കിലും അനിൽ നമ്പ്യാർജിയെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ പാരമ്പര്യമുള്ള ഒരു പത്രപ്രവർത്തകൻ കുറച്ചുകൂടി ഇത്തരം വിഷയങ്ങളിൽ പക്വതയും വിവേകവും കാട്ടുമെന്നാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാം, മതിയോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം. താങ്കൾ കുറച്ചുകൂടി ആർ വി ബാബുവിൽ നിന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം താങ്കൾ പറഞ്ഞത് ഈ ഗ്രന്ഥം പോലും പിന്നെ നമ്മൾ തള്ളിക്കളയേണ്ടതാണെന്ന്. ഞാൻ പറഞ്ഞത് ഹലോ ഒരു മിനിറ്റ് തെറ്റിദ്ധരിപ്പിക്കാതെ. ഈ ഗ്രന്ഥം ഇല്ല, ഒരു നിമിഷം. ജലീൽ പുനലൂർ, ഈ സുഡാപ്പികളുടെ അതുപോലെ ഈ സഖാപ്പികളുടെയും പണിയായിട്ട് താങ്കൾ പോവല്ലേ മുന്നോട്ട്? ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്, താങ്കൾ ചിലപ്പോ അങ്ങനെ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഒരു നിമിഷം, ഞാൻ പറഞ്ഞത് ആവർത്തിക്കാം. ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിപ്പിടിപ്പിച്ചതാണ് ഇവർക്ക് ഭീകരവാദത്തിനുള്ള ഇന്ധനമെങ്കിൽ ആ ഗ്രന്ഥം ഒരു പുനർവായനയ്ക്കും പുനർവിചിന്തനത്തിനും വിധേയമാക്കേണ്ടതല്ലേ എന്ന ചോദ്യം മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അതെങ്ങനെയാണ് ഞാൻ ആ വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളിപ്പറയുന്നത്? ഇതാണ് നിങ്ങളെപ്പോലുള്ളവരാണ് ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. മറുപടി പറയാൻ എന്നെ അനുവദിക്കൂ. മറുപടി അല്ല, ഞാൻ പറയാത്തത് എൻ്റെ വായിൽ തിരികെ വെക്കുകയാണെങ്കിൽ ഞാൻ ഇടപെടും. ഞാൻ ശക്തമായി ഞാൻ പറയേണ്ടത് പറയുകയും ചെയ്യും. അല്ല, തീർച്ചയായിട്ടും താങ്കൾക്ക് പറയാം. എനിക്ക് എന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു ചെറിയ അവസരം. പക്ഷെ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയരുത്, ദയവേത്. ഇപ്പൊ മനസ്സിലായല്ലോ. താങ്കൾ ഈ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആണെങ്കിൽ അത്തരം ഒരു പരാമർശമോ അത്തരം ഒരു തീവ്രവാദത്തിന് പ്രചോദനമോ ആ ഗ്രന്ഥം നൽകുന്നില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ ചർച്ചയുടെ ഞാൻ ഒരു കാര്യം പറയുന്നു. ആങ്കർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തമായ മറുപടി ഞാൻ തരും. ആരെങ്കിലും കൊണ്ടിരുത്തിയിട്ട് എന്റെ അവസരത്തിൽ ഇടപെട്ടാൽ അതൊരു അനീതിയാണ്. നിങ്ങളുടെ ഹിന്ദു ധർമ്മം അനുസരിച്ച് തന്നെ അതൊരു അധർമ്മമാണ്. അനീതികൾക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല ശ്രീ ജലീൽ പുനലൂർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനാണ് നീ, നാളെ പരലോകത്തതിന് വിചാരണ നേരിടേണ്ടി വരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് വിശുദ്ധ ഖുർആനെ ഞാൻ കണ്ടത്. ഭഗവത്ഗീതയായാലും രാമായണമായാലും ബൈബിൾ ആയാലും മനുഷ്യന്റെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്ന നല്ല ഗ്രന്ഥങ്ങളായിട്ടാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ മുസ്ലിം സമുദായത്തിന്റെ വക്താവല്ല. തിരുത്തപ്പെടേണ്ട പല പ്രവൃത്തികളും മുസ്ലിം സമുദായത്തിൽ പലരുടെ ഭാഗത്തുണ്ട്. പക്ഷെ അതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ശ്രീ ആർ വി ബാബു സാർ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവാണെങ്കിലും അദ്ദേഹം പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല.
താങ്കൾ പറഞ്ഞല്ലോ അപരമത വിദ്വേഷത്തിന്റെയും മത തീവ്രവാദത്തിന്റെയും ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അതാ. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ മത തീവ്രവാദത്തിന്റെയും മത ഭീകരവാദത്തിന്റെയും ഭീകരവാദികളുടെയും ആ യഥാർത്ഥ മുഖം കണ്ടുവളർന്ന ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. കാരണം ഞാൻ പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരം ചെയ്ത രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത് വെടിയുതിർത്ത ഒരു കൊടും ഭീകരനെ തൂക്കിലേറ്റിയ നാടാ ഇന്ത്യ രാജ്യം. ഇന്ന് ആ ഭീകരനെ പൂജിക്കാൻ ഇവിടെ ആളുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിനുശേഷം മഹത്തായ ഹൈന്ദവ ദർശനത്തെയും ഭാരതീയ സംസ്കാരത്തെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് പിറന്നു വീണ അപരമതത്തിൽപ്പെട്ട പതിനായിരങ്ങളെ, അതിലെന്തിന് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഗർഭിണിയുടെ വയറിൽ കുന്തം കുത്തിക്കരി ശൂലം കുത്തിക്കരി താങ്കൾക്ക് നന്നായിട്ട് അത് ഓർമ്മയുണ്ട്. അത്രത്തോളം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കൊടിയ ദുരന്തം പേറിയവരാണ് ഇന്ത്യക്കാർ. ഇനി ആസ്ട്രേലിയയിൽ നടന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അതിന് ജനം ടിവിയുടെ താങ്കളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എന്റെ ഹൃദയം കൊണ്ട് അതിനെ പുച്ഛിക്കുന്നു. കാരണം ഇത്തരം തെമ്മാടികൾ മാനവ കുലത്തിന്റെ ശത്രുക്കളാണ്. ഇനി താങ്കൾ ഇങ്ങനെ വാചാലമായിട്ട് പറയുന്നുണ്ടല്ലോ താലിബാൻ, ഹമാസ്. നമ്പ്യാർജി, കേന്ദ്രം ഭരിക്കുന്നത് മോഡിജിയാണ്. ഒന്ന് പറയൂ, ഈ ഹമാസിനെയും സ്വാതന്ത്ര്യ സമരം നടത്തുന്ന പലസ്തീൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും ഒന്ന് നിരോധിക്കാൻ. എന്ന് മാത്രമല്ല, 5 വർഷം മുമ്പ് വരെ ഭീകര പ്രസ്ഥാനങ്ങളല്ലേ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? 5 വർഷം മുമ്പ് വരെയും താങ്കൾ അടക്കമുള്ളവരിൽ നിന്ന് നമ്മൾ കേട്ടത് താലിബാൻ ആഗോള മുസ്ലിം തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അതേ താലിബാനികളെ, അതേ തീവ്രവാദികളെ, അതേ ഭീകരവാദികളെ അതേ രൂപത്തിൽ കോലത്തിൽ കൊണ്ടുവന്ന് ഡൽഹിയിൽ ആദരിച്ചു കൊണ്ടുപോവുക മാത്രമല്ല, ആ അപരിഷ്കൃതമായ വർഗം പറഞ്ഞു ലേഡീസ് ജേർണലിസ്റ്റുകളെ, മാധ്യമ പ്രവർത്തകരുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വേദി ഒരുക്കി കൊടുത്ത BJP സർക്കാർ ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രതിനിധികളാണോ വന്നിരുന്നുകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ തീവ്രവാദത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്? അത്തരത്തിൽ ഒരു ക്ലാസും വേണ്ട. IS എന്ന് പറയുന്നത് ഞാൻ താങ്കളോട് പറയുന്നത് പരാമർശിച്ചല്ലോ. IS തീവ്രവാദികൾ, ഞാൻ താങ്കൾക്ക് കൃത്യമായി പറയുന്നു, സാമ്രാജ്യത്വത്തിന്റെ ബീജത്തിൽ ഇസ്രയേൽ ഗർഭാശയത്തിൽ പിറന്നു വീണ തെമ്മാടിക്കൂട്ടം ജാരസന്തതികൾ. നിങ്ങൾ അവർ മുസ്ലിങ്ങളുടെ തലയിൽ എങ്ങനെയാണ് കെട്ടിവെക്കുന്നത്? ഈ ലോകത്ത് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്ന എവിടെയെങ്കിലും ഒരു IS-കാരനെ നമ്പ്യാർജിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? 75,000-ഓളം നിരപരാധികൾ, ഗർഭിണികളും കുഞ്ഞുങ്ങളും കുട്ടികളും മരിച്ച ഫലസ്തീൻ സ്വാതന്ത്ര്യ സമരം നടന്ന ഗാസയിൽ IS-നെ താങ്കൾ കണ്ടോ? എവിടെയാ കണ്ടിട്ടുള്ളത്? സമാധാനപരമായി മുസ്ലിം രാഷ്ട്രങ്ങൾ എവിടെ ജീവിക്കുന്നുണ്ടോ അവിടെ അശാന്തി വളർത്തിക്കൊണ്ട് മുസ്ലിമിനെ ഇസ്ലാമിക ഭീകര സംഘടനയല്ലേ IS എന്ന് പറയുന്നത്? ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത തെമ്മാടിക്കൂട്ടം ക്രിമിനലുകൾ. ഇപ്പൊ നാളെ ആരിഫ് ഹുസൈൻ ഇവിടെ വന്നിരുന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ പറയുമല്ലോ ഇത് ആരിഫ് ഹുസൈനാണ്. നിങ്ങൾ ഒന്നോർത്തോളൂ, ഇന്ന് ആ കൊടും ചെയ്തിരിക്കുന്ന പാതകികളെ നേരിട്ടത് പോലും അഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. അതെനിക്ക് സംശയമുണ്ട്. നേരത്തെ ആർവി ബാബു അതോടെ ചൂണ്ടിക്കാണിച്ചാണ് അഹമ്മദ് യഥാർത്ഥത്തിൽ മുസ്ലിമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം വൈറ്റ് വാഷ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഇപ്പോൾ അഹമ്മദിനെ പിടിച്ചാണ് ഇപ്പോൾ ഈ തീവ്രവാദത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ തീവ്രവാദികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു മുസ്ലിമാണ് എന്ന ആ ഒരു നെറേറ്റീവ് അതാണ് ഇവിടെ ഇറക്കുന്നത്. അതിലെനിക്കൊരു സംശയമുണ്ട്. അത് എനിക്കറിയാം. ഒരുപക്ഷെ ഡോക്ടർ ആരിഫ് ഹുസൈൻ അത് പരാമർശ വിധേയമാക്കും. അതിന് താങ്കൾക്കുള്ള ഒരു മറുപടി, പഹൽഗാമിൽ കൊല്ലപ്പെട്ട ആ രക്തസാക്ഷികളുടെ മകളടക്കം വിധവയടക്കം എറണാകുളത്തുണ്ടായിരുന്നു. അവരതിന് മറുപടി പറഞ്ഞു. അല്ലല്ല, അവിടെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയണം. പഹൽഗാമിൽ നിരപരാധികളെ, നിരായുധരെ വെടിവെച്ച് കൊന്നതിനെ കുറിച്ചൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയ ആശങ്കയോ ആകുലതയോ ഒന്നുമില്ല. അതേസമയം കൊച്ചിയിലുള്ള ആ കുടുംബത്തെ രക്ഷിച്ചവരെ കുറിച്ചായിരുന്നു ഇവിടെ അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടലായിരുന്നു. അല്ല, അതൊക്കെ അറിയാം, അതൊക്കെ ഈ കാണുന്നവർക്കറിയാം. ഹിന്ദു വിശ്വാസിയായ ആ കുട്ടിയാണ് അറിയാം. മറ്റൊന്നുകൂടി താങ്കളോട് പറയാം. ആസ്ട്രേലിയ എന്ന് പറയുന്നത് പാലസ്തീൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നിസ്തുലമായ സഹായങ്ങളും സംഭാവനകളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്ന ഒരു നാടാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു അവിടെ? ആ രാജ്യമാണ്. ആ രാജ്യത്തിൽ
ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിച്ച് ആരെക്കൊണ്ടെങ്കിലും കളിപ്പിച്ച് കൂലിപ്പടയാളികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ട് ഫലസ്തീൻ അനുകൂലമായി നടക്കുന്ന ഐക്യദാർഢ്യങ്ങളെ അപകടപ്പെടുത്തണം. ഫലസ്തീൻ സ്വാതന്ത്ര്യ രാജ്യമായിട്ട് അംഗീകരിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അവരെ പുനർചിന്തയ്ക്ക് വേദിയൊരുക്കണം. പക്ഷേ ആരിഫ് ഹുസൈനെയും അല്ലെങ്കിൽ ശാഖകളിൽ പോകുന്ന ആളുകളെയും പോലെയല്ല. ഓസ്ട്രേലിയയും കാനഡയൊക്കെ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും മറ്റു രീതിയിലും ഒക്കെ പുരോഗമനത്തിലും ഒക്കെ ഏറെ മുന്നിലുള്ളവരാ. ഈ കൊടുംപാതകൾ ആരായാലും ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരായാലും അത് ഓസ്ട്രേലിയൻ സർക്കാർ കൊണ്ടുവരും. ജനം ടിവിയും അനിൽ നമ്പ്യാർജിയും ആർ വി ബാബുവും പറയുന്നുണ്ട് അത് അവരാ ഇവരാണെന്ന്. പക്ഷെ ഓസ്ട്രേലിയൻ സർക്കാർ പറഞ്ഞത് സമഗ്രമായ അന്വേഷണം നടത്തും, കയ്യാമം വെക്കും എന്നാ പറഞ്ഞിട്ടുള്ള. അന്വേഷണം നടക്കട്ടെ. ഒന്ന് ഞാൻ പറയാം, ഒരൊറ്റ മതവിശ്വാസിയും ഒരു ഹിന്ദു മത ദർശനത്തിൽ വിശ്വസിക്കുന്നവനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഇത്തരത്തിലുള്ള മാനവിക വിരുദ്ധമായ ഒരു നടപടിയും ചെയ്യില്ല. ആ ചെയ്യുന്നവരെ നമ്മൾ ഒന്നിച്ചെതിർക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി പോകണം. പക്ഷേ സാംസ്കാരിക നായകരെവിടെ? ഇടതുപക്ഷ സാംസ്കാരിക നായകരെവിടെ? ജലീൽ പുനലൂർ എവിടെ? നിങ്ങളുടെ മതത്തിന്റെ പ്രതിനിധികൾ എവിടെ? ഏതെങ്കിലും ഒരു ഇമാമ് പ്രതികരിച്ചോ ഈ വിഷയത്തിൽ? നിങ്ങളുടെ സംഘടനയുടെ നേതാവ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചോ? എന്താ നിങ്ങൾക്ക് മിണ്ടാട്ടം മുട്ടിയത് എന്താണ് ശ്രീ ജലീൽ പുനലൂർ? നിങ്ങൾ ഈ പ്രസ്താവന ഘോരഘോരം പറഞ്ഞല്ലോ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട്, ഓസ്ട്രേലിയയിൽ ഇതുപോലൊരു ഭീകരാക്രമണം നടന്നിട്ട് കേരളത്തിലെ എത്ര പേർ പ്രതികരിച്ചു? ജലീൽ പുനലൂർ നിങ്ങൾ പറ. ആര്? രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ വായിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വായിക്കട്ടെ. ഞാൻ വായിക്കട്ടെ. നരേന്ദ്രമോദി പോലും പ്രതികരിച്ചു. നിങ്ങളുടെ INL ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അത് പോട്ടെ, താങ്കൾ സംസ്ഥാന സമിതി അംഗമല്ലേ? ജലീൽ പുനലൂർ ഒരു പ്രസ്താവന ഇറക്കിയോ? ഇത് പുരപ്പുറത്ത് കയറി പ്രസംഗിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ് മാനവികത, മാനവ ദർശനം, എന്താ സ്നേഹം. അതുകൊണ്ട് ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ജലീൽ പുനലൂർ. നിങ്ങളുടെയൊക്കെ തനിനിറം അറിയാം. ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ച് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങില്ല. യെസ് ജലീൽ പുനലൂർ.